ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പം നമുക്കിന്ന് ദീപ്സ് കിച്ചണിൽ ചിക്കനും ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി കിളിക്കൂട് തയ്യാറാക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സവാള വളരെ നൈസായിട്ട് കുഞ്ഞായിട്ട് ഇതുമാതിരി കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതുപോലെ. ഇതിനൊപ്പം തന്നെ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിടാം. കുറച്ച് ഇഞ്ചി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി നുറുക്കിയത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അപ്പം പിന്നീട് നമ്മൾ ഈ സവാളയിലോട്ട് ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. സവാള നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. അത് പുഴുങ്ങി ഉടച്ച് എടുത്തത് അതിന് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ, ഞാനൊരു 5 പീസ് ചിക്കൻ എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ പിന്നെ നിങ്ങൾ മുളക് പൊടി നിങ്ങൾ എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എരിവ് മതിയെങ്കിൽ പച്ചമുളക് മാറ്റുക, അല്ലെങ്കിൽ ഇത് മാറ്റുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കുറയ്ക്കണം. ഇത് അല്ലെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് ഇത് ചേർത്താലും മതിയാകും. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾ ഉപ്പെല്ലാം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി കുറച്ചധികം ചേർക്കണം, നല്ലതായിരിക്കും. അപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ആ ഒരു സ്റ്റേജിൽ കുറച്ചും കൂടെ പെപ്പർ പൗഡർ ചേർക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അപ്പം നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് ഇവിടെ നമ്മൾ ബ്രെഡ് ക്രംസ് ഒന്നുമല്ല ഉപയോഗിക്കുന്നത്, പകരം കുറച്ച് വെർമസിലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് ഇതിലാണ് കോട്ടിങ് ചെയ്ത് ഫ്രൈ ചെയ്യണത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ വെർമസലി ഇല്ല എങ്കിൽ ബ്രെഡ് ക്രംസിലാണെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇതിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഓക്കെ, കറക്റ്റ് ആ ഒരു കിളിക്കൂടിൻ്റെ ആ ഒരു ഷേപ്പും ഇതൊക്കെ കാണാനും നമ്മൾ വെർമസിൽ വെച്ച് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട ഒരു 2-3 മുട്ട ഞാൻ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം, ഈ ഒരു വലിപ്പത്തിന്. ഇനി നമുക്ക് നമ്മളെ കിളിക്കൂട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്നൊരു നാരങ്ങ വലിപ്പത്തിലോ നെല്ലിക്ക വലിപ്പത്തിലോ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നണത് അതെടുക്കുക. അത് കഴിഞ്ഞിട്ട് വിരൽ കൊണ്ട് ഇതുപോലെ ഒരു കുമ്പിളുണ്ടാക്കണം. അതിനകത്ത് ഈ ഒരു മുട്ട വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വീണ്ടും ഒന്ന് റോൾ ചെയ്ത് എടുക്കണം. ഒരു ബോൾ കണക്കാക്കി എടുക്കണം. കണ്ടല്ലോ. എന്നിട്ട് ഇതിനെ നമ്മൾ ആ മുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ വെർമസലിയിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്യണം. വെർമസലി കൊണ്ട് നന്നായിട്ട് നിറച്ചിതിൽ ആ ഒരു വെർമസലി നിറച്ച് കിട്ടണം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് റോള് ചെയ്യാനായിട്ട് എടുക്കാവൂ. അപ്പോൾ തണുക്കുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് സേമിയയിൽ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കണം.
ചിക്ക കണ്ടല്ലോ നല്ല കോട്ടായി അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, വലിയ കുക്കിംഗ് ടൈമൊന്നും എടുക്കില്ല. ഒരു ഭാഗം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം വേവിച്ചിട്ടാണ് എടുത്തത്, അതുകൊണ്ട് കുക്കിംഗ് ടൈം വലുതായിട്ട് എടുക്കില്ല. ഓക്കെ, കണ്ടല്ലോ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അതാ നമ്മൾ അടിപൊളി കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് പുറമേ. ഓക്കെ, അപ്പോൾ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഈ സേമിയ കൂടെ കഴിച്ച് നല്ല രുചിയായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.